ഏത് സെക്കൻഡും ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെ പറ്റി? ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതൊന്നുമില്ലാതെ നമ്മൾ നീണ്ടു നവർന്ന് കിടക്കും. വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ. വാർത്തയറിഞ്ഞ മമ്പാട്ടെയും ഇടവണ്ണത്തെയും കുടുംബക്കാരിൽപ്പെട്ട പലരും വാട്സപ്പുകളിലൂടെ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട്ടിലേക്ക് കയറി വരും. നമ്മളോട് പിണങ്ങിയവരുണ്ട്, നമ്മളോട് മുഖത്തേക്ക് മുഖം നോക്കാത്തവരുണ്ട്, മനസ്സിൽ വേറും വാശിയും പകയും കൊണ്ടു നടക്കുന്നവരുണ്ട്. എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും. നമ്മളെ മുഖമൊന്ന് കാണും, മാറിയിരുന്ന് സങ്കടം പറയും. പിന്നീട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരും, മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒരുറ്റക്ക് കുളിച്ച നമ്മളെ അവര് കൂട്ടം കൂടി കുളിപ്പിക്കും. അവസാനം ഒരു പുതുമണവാളനെ പോലെ മണവാട്ടിയെ പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് മക്കളാൽ ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് വീണ്ടും കൊയ്ക്കപ്പെട്ട 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കള്ളിച്ചെടിക്കരിയിലുള്ള 6 അടി മണ്ണിന്റെ അരികിലേക്ക് എത്തും. ആ മണ്ണിലേക്ക് ഇറക്കി കിടത്തി 3 പിടി മണ്ണ് വാരിയിട്ട് കബറിന്റെ മേലെയുള്ള സ്ലേവിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും ആ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വീഴില്ലെന്ന് ഉറപ്പുവരുത്തി 4 ഭാഗത്തും കൂടി നിൽക്കുന്ന കുടുംബക്കാരും ബന്ധുക്കളും 2 കൈകൾ ഉപയോഗിച്ച് 3 പിടി മണ്ണ് നമ്മളെ കബറിന്മേലേക്ക് വാരിയിടുമ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസ.